dears, welcome back to Race Education. Sanjus Miss ആണ്. മിസ് ഇന്നിവിടെ വന്നിരിക്കുന്നത് നിങ്ങളോട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ്. നമ്മുടെ 9th CBSEയുടെ ബേസിക് സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് മാറിയ വിവരങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഇനി നമുക്ക് ഈ ഇയർ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത് എന്നൊക്കെയാണ് മിസ് ഇവിടെ പറയാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കംപ്ലീറ്റ് ആയിട്ട് കാണാം. നമ്മുടെ ക്ലാസ് 9ൽ നമുക്കിനി ബേസിക് സയൻസിൽ പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഓക്കെ, ഇതിൽ കെമിസ്ട്രി ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, കെമിസ്ട്രി ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഇമ്പോർട്ടൻറ്റ്, ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഈ ഒരു ചാപ്റ്റേഴ്സ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, എത്ര മാർക്സിനൊക്കെ വരും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും മിസ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ബോർഡിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സിൽ കെമിസ്ട്രിയിൽ നമുക്ക് വരുന്നത് 3 ചാപ്റ്റേഴ്സാണ്. ആക്ച്വലി നമുക്കൊരു മെറിറ്റാണ്, 3 ചാപ്റ്റേഴ്സേ ഉള്ളൂ. ഫിസിക്സിനെയും ബയോളജിനെയും കമ്പയർ ചെയ്യുന്ന സമയത്ത് 3 ചാപ്റ്റേഴ്സേ ഉള്ളൂ. ആൻഡ് ലാസ്റ്റ് ഇയറിലെ ടെക്സ്റ്റ് ബുക്കിൽ ആക്ച്വലി 4 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അതായത് ഒരു ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ 8ലേക്ക് ഓൾറെഡി കൺവേർട്ട് ചെയ്തു, ബേസിക്സ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആയിരുന്നു. നൗ നമുക്ക് പഠിക്കാനുള്ളത് എക്സ്പ്ലോറിംഗ് മിക്സ്ചേഴ്സ് ആൻഡ് ദിയർ സെപ്പറേഷൻ. അതായത് മിക്സ്ചേഴ്സിനെ പറ്റിയിട്ടും മിക്സ്ചേഴ്സ് എങ്ങനെയാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്, കുറേയധികം സെപ്പറേറ്റീവ് ടെക്നിക്സിനെ പറ്റി പഠിക്കാനുണ്ട്. ആൻഡ് ജേർണി ഇൻസൈഡ് ദി ആറ്റം, ആറ്റത്തിൻ്റെ ഉള്ളിൽ ആരൊക്കെയുണ്ട്, എങ്ങനെയാണ് അവരൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്, കുറച്ചധികം ആറ്റോമിക് മോഡൽസ് ഒക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആൻഡ് ലാസ്റ്റ് ആറ്റോമിക് ഫൗണ്ടേഷൻസ് ഓഫ് മാറ്റർ, മാറ്ററിൻ്റെ ആറ്റോമിക് ഫൗണ്ടേഷൻസും കുറച്ച് ലോസ് ഒക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു 3 ചാപ്റ്റേഴ്സ്, ഓക്കെ 3 ചാപ്റ്റർ അല്ലേ ഉള്ളൂ, സിമ്പിൾ അല്ലേ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. പക്ഷേ അങ്ങനെയല്ല. കാരണം ഈ തന്നിരിക്കുന്ന 3 ചാപ്റ്റേഴ്സ് ആണെങ്കിലും നമുക്ക് ക്ലാസ് ലെവലിന് ആവശ്യമുണ്ട്. ബിക്കോസ് നമ്മൾ ഈ 3 ചാപ്റ്റേഴ്സിൻ്റെ കണ്ടിന്യൂഷൻ 10th നമ്മൾ പഠിക്കാൻ പോകുന്നത് എവിടെയാ, ക്ലാസ് ലെവലിലാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ക്ലാസ് ലെവലിൽ ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് ഈ തന്നിരിക്കുന്നത്. ഇതൊന്നും പഠിക്കാതെ ക്ലാസ് ലെവലിൽ, ഓൾറെഡി ക്ലാസ് 11 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ടാകും. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് അവിടെ കണ്ടിന്യൂഷൻ വരുന്ന സമയത്ത് ഈ ചാപ്റ്റേഴ്സ് ഇവിടെ നമ്മൾ വൃത്തിയായി പഠിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് നമുക്കവിടെ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുക? ആൻഡ് ഓൾസോ നമ്മൾ അടുത്ത വർഷം 10th ആണല്ലോ. അപ്പോൾ 10th പോകുന്ന സമയത്ത് 9th എന്ന് പറയുന്ന ഒരു റൂട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റേഴ്സിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് കുറച്ച് ഹൈ ലെവലായിരിക്കും. ബിക്കോസ് ഈ ഒരു ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് കെമിസ്ട്രിയിൽ 3 ചാപ്റ്റേഴ്സ് ആണ്. ഈ 3 ചാപ്റ്റേഴ്സിൽ നിന്ന് ഓൾമോസ്റ്റ് 25 to 27 മാർക്സിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അതായത് 80ൽ 25 to 27 ഏതാണ്, കെമിസ്ട്രിയാണ്. ആ മാർക്സ് നമുക്ക് മിസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ആൻഡ് ഓൾസോ ടെക്സ്റ്റ് ബുക്ക് മാറിയതുകൊണ്ട് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ പാറ്റേൺ മാറും. നമുക്ക് PYQs അധികം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് പാറ്റേൺസ് മാറുന്ന സമയത്ത് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും ആൻസർ ചെയ്യാൻ പറ്റണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കണം. കോൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് എങ്ങനെ പഠിക്കും? നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കേണ്ട. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇതാ റേസ് ഇവിടെ ഉണ്ട്. റേസിൻ്റെ 360 ഡിഗ്രി ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 360 ഡിഗ്രി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഫീച്ചേഴ്സ്. PCMB, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ആൻഡ് സോഷ്യൽ സയൻസ് മാസ്റ്ററി ഉണ്ട്. അതേപോലെ തന്നെ AI ആൻഡ് ഫ്യൂച്ചർ, അതേപോലെ തന്നെ ഒരുപാട് സ്കിൽസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് പ്ലസ് സ്കൂൾ ട്യൂഷൻ കൂടെ ഉണ്ട്. അതായത് ഫൗണ്ടേഷൻ്റെ കൂടെ നമ്മൾ ട്യൂഷൻ കൂടെ കൊണ്ടുപോവുകയാണ്. അതായത് നിങ്ങൾ ഒരിക്കലും എക്സ്ട്രാ പഠിക്കേണ്ട, സ്കൂളിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ഫൗണ്ടേഷൻ ലെവലിൽ നമ്മൾ പഠിക്കുന്നു. ആൻഡ് ഓൾസോ നിങ്ങൾക്കറിയാം ക്ലാസ് 12ന് ശേഷം നമ്മൾ ഏത് ഫീൽഡിലേക്ക് പോവുകയാണെങ്കിൽ ക്ലാസ് 12ന് ശേഷം നമുക്ക് ഏത് ഇഷ്ടപ്പെട്ട കാര്യം ചൂസ് ചെയ്യണമെങ്കിലും നമുക്ക് ഇന്ത്യയിലെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അഡ്മിഷൻ കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കോമ്പറ്റേറ്റീവ് എക്സാംസ് ക്രാക്ക് ചെയ്യണം. ഈ കോമ്പറ്റേറ്റീവ് എക്സാംസ് മിസ് പറഞ്ഞ പോലെ ഏത് ഫീൽഡിലേക്കാണെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാംസ് ഉണ്ട്. ഈ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ സ്കൂൾ എക്സാംസിന് ഹൈ മാർക്സ് വാങ്ങുന്ന പോലെ അത്ര സിമ്പിളല്ല. നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചാൽ മനസ്സിലാകും. അതിന് നമ്മൾ വേറെ തന്നെ രീതിയിൽ പ്രിപ്പയർ ചെയ്യണം. അതിന് വേണ്ടിയിട്ടും കൂടെയാണ് നമ്മൾ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഒരുപാട് ക്വസ്റ്റ്യൻസും എങ്ങനെ പഠിക്കണം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ ജോയിൻ ചെയ്യുക. ആൻഡ് മെറിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു മെയ് മന്ത് കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആപ്പ് അവൈലബിൾ ആകുന്നതാണ്. ആപ്പിൽ ഓൾറെഡി റെക്കോർഡിംഗ് ക്ലാസ്സസും അതേപോലെ തന്നെ ലൈവ് ക്ലാസ്സസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് താഴെ കാണുന്ന കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ബിക്കോസ് ഡെയിലി നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ സജസ്റ്റ് ചെയ്യുക. നമുക്ക് എത്രയും നന്നായിട്ട് ഇനി കോൺസെപ്റ്റ്സ് പഠിക്കണം. അപ്പോൾ എല്ലാവരും ഇനി നമ്മുടെ ആപ്പിലേക്ക് ജോയിൻ ചെയ്യുക. കൂടാതെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
മിസ് പറഞ്ഞ പോലെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിനി ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോസിലൂടെ കാണാം. താങ്ക്